ഉത്തർപ്രദേശിൽ നിന്ന് വളരെ വിവാദം ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുള്ളൊരു പ്രസ്താവന ഉത്തർപ്രദേശിലെ ഗവർണറുടെ വാക്കുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം വാരണാസി അവിടെ കുട്ടികൾക്ക് ബിരുദം നൽകുന്ന ചടങ്ങിലാണ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഇത്തരത്തിൽ വിവാദമുണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതായത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് നമുക്ക് വേണമോ വേണ്ടയോ? ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ പോകുന്ന പെൺകുട്ടികളുടെ ജീവിതം പിന്നീട് 50 കഷ്ണമായി മാറത്തക്ക രീതിയിൽ ഉള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ഈ പറയുന്ന അവർ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കുട്ടികളെ നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നതെന്നാണ് ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞത്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, അതായത് പലയിടങ്ങളിലും 18 വയസ്സും 19 വയസ്സും 21 വയസ്സുമുള്ള പെൺകുട്ടികൾ കൈക്കുഞ്ഞുങ്ങളുമായി ചില അഗതി മന്ദിരങ്ങൾക്ക് മുന്നിലും ഒക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറേണ്ടതല്ലേ, ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അവർ 10 ദിവസത്തിന് മുമ്പും ഇതേപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടേതായി പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അത് വീണ്ടും മറ്റൊരു ഫംഗ്ഷനിൽ വാരണാസിയിൽ കാശി വിദ്യാപീഠം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ സിറ്റിയിൽ, ഏത് സിറ്റിയായാലും എറണാകുളമായാലും തിരുവനന്തപുരമായാലും ഒക്കെ ഇങ്ങനെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകൾ കാണുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പുരോഗമനവാദക്കാർ എതിർത്തു എന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് സാറിന് എന്താ തോന്നുന്നത്? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്? അവരുടെ ഉദ്ദേശശുദ്ധി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് നോക്കുമ്പം അത് വളരെ ഒരു പിന്തിരിപ്പൻ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് തോന്നുന്നു. ആർത്തവകാല ഉത്സവകാലം നമ്മുടെ തൃശ്ശൂർ പ്രകടനം നടത്തിയ യുവാക്കളുള്ള സംസ്ഥാനമാണ് കേരളം. അതിന് പുരോഗമനപരം എന്നുള്ള ഒരു വാചകവും ചേർക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ലിവിങ് ടുഗദർ കേരളത്തിനോ അല്ലെ തെക്കേ ഇന്ത്യക്കോ പുതുമയുള്ള വസ്തുതയല്ല. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. സായിപ്പ് പറയുന്ന അല്ലെ ഇംഗ്ലീഷുകാരൻ പറയുന്ന എല്ലാം എന്തോ സംതിങ് ആണെന്നുള്ള അല്ലെ തെറ്റാണെന്നോ ശരിയാണെന്നുള്ളൊരു നരേഷനാണ് ഇവിടെയുള്ളത്. ഇവിടെ കേരളത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് സംബന്ധം എന്ന് പറയും. പല ഹൈന്ദവ വിഭാഗങ്ങളിലും ഈ സംബന്ധം നിലനിന്നിരുന്നു. ഒരു ഉത്തരവാദിത്വമില്ല, ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങ് പോകും. പിന്നെ അച്ഛനെ പോലും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം കേരളം കടന്നു പോയതാണ്. സംബന്ധം വളരെ പരിഭാവനമായിരുന്നു എന്നുള്ളത്. കാരണം ബ്രാഹ്മണരെ കൊണ്ട് ആദ്യമായി ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളത് ഏത് പെണ്ണിൻ്റെയും ഏത് കുടുംബത്തിൻ്റെയും ഒരു സംബന്ധം, ബ്രാഹ്മണൻ്റെ സംബന്ധം ഉണ്ടെന്ന് പറയുന്നത് അഭിമാനമായിട്ട് കരുതിയിരുന്നൊരു കാലമുണ്ട്. നോവലിസ്റ്റിൻ്റെ പേര് മറന്നു, സി രാധാകൃഷ്ണൻ്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം മാവേലിക്കരയോ ഏതോ ഭാഗത്ത് ഒരു തഹസിൽദാരായിട്ടിരിക്കുമ്പോൾ, അദ്ദേഹം ബ്രാഹ്മണനാണ്, ആണെന്ന് തോന്നുന്നു. ശ്രീരാധാകൃഷ്ണൻ എനിക്കറിയില്ല. അല്ല, അത് എനിക്കറിയില്ല. ശ്രീരാധാകൃഷ്ണൻ ആണെന്നറിയില്ല. നോവൽ ഞാൻ വായിച്ചാണ്. അതിൽ ഇയാളുടെ ഓഫീസിൽ ഒരു പുതിയ സ്റ്റാഫ് വരുന്നു, ഒരു നായർ പയ്യൻ, കൊള്ളാവുന്ന പയ്യൻ വരുന്നു. അപ്പോൾ ഇയാളുടെ തൊട്ടടുത്തൊരു വീട്ടിൽ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കെട്ടിടോടമസ്ഥ ഇങ്ങനോട് പറഞ്ഞു, ആ പയ്യനെ അവരുടെ മോൾക്കൊന്ന് ആലോചിക്കണം, മോൾക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഈ പയ്യനെ ആലോചിച്ച് പയ്യൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഏറെക്കുറെ എല്ലാം കൊണ്ടും ചേരുന്ന പ്രപ്പോസലാണ്. അങ്ങനെ ഈ പയ്യൻ്റെയും ആ കെട്ടിടോടമസ്ഥൻ്റെ മകളുടെയും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ ഇദ്ദേഹത്തെ വിളിക്കുന്നു, പറയുന്നു, അവരുമായിട്ട് ആദ്യത്തെ ബന്ധം നിങ്ങൾ നടത്തണം, കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ലൈംഗികമായി അവളുമായി ബന്ധപ്പെടണം. കാരണം വെച്ചാൽ ബ്രാഹ്മണനെ കൊണ്ട് ആദ്യം ബന്ധപ്പെടുക എന്നുള്ള കൾച്ചർ ഇവിടെ നിലനിന്നിരുന്നതായിട്ട് പറഞ്ഞത്. ആ അനുഭവകഥ പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാരമ്പര്യം നമ്മൾ വെച്ച് പുലർത്തിയിരുന്നതാണ്. നമ്മളതിൻ്റെ അകത്ത് വലിയ അത്ഭുതം കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അപകടം പതിയിരിക്കുന്ന അവിടെ അല്ല. പണ്ട് കൂട്ടുകുടുംബമാണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒത്തിരി പേരുണ്ട്. അന്ന് മക്കത്തായത്തിന് പകരം മരുമക്കത്തായ ആയതിൻ്റെ കാരണം തന്നെ ഇതാണ്. ആരാണ് അച്ഛന് കൃത്യമായിട്ട് അറിയാത്തൊരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മക്കത്തായത്തെ ആശ്രയിക്കാൻ പറ്റില്ല. മരുമക്കത്തായത്തിലേക്ക് പോയി പിന്നെ തിരിച്ച് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഇല്ല, എൻജോയ്മെൻറ്റേ ഉള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം സുഖമായിട്ട് ജീവിക്കുക, പൊടി തട്ടി പോവാം, രണ്ടു കൂട്ടർക്കും പോവാം, ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷെ ഇവിടുത്തെ കാഷ്വാലിറ്റി ആരാ? കാഷ്വാലിറ്റി അവർക്ക് കുട്ടികളുണ്ടായാൽ ആ കുട്ടികളെ ആര് നോക്കും? അവർക്ക് ആര് ഉത്തരവാദിത്വം കൊടുക്കും? പിന്നെ പ്ലേറ്റോയുടെ ആദർശ സമൂഹത്തിൽ പറഞ്ഞാൽ ആർക്കും ആകാം, അല്ലെ വടകര ചിത്താശ്രമത്തിൽ പറയുന്നത് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ?
ഒരു സൊസൈറ്റിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കുട്ടികളെ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വളരാൻ അനുവദിക്കുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ, പഴയ കാലത്ത് ഒത്തിരി കഥകളുണ്ട് അതിനെപ്പറ്റി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഈ കുട്ടികളെ ആരും നോക്കുന്നുള്ള, ഇപ്പം സ്വയം ഉണ്ടാകുന്ന കുട്ടികളെപ്പോലും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികളെപ്പോലും ശരിയായി കെയർ ചെയ്യാൻ പറ്റാത്തൊരു സാമൂഹിക അന്തരീക്ഷം കൂടി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആനന്ദി ഭട്ടർ പറയേണ്ട ഒരു കാര്യം, മറന്നുപോയൊരു കാര്യം, ഈ ഒരു പ്രശ്നത്തിലല്ല, ഇതൊരു ലൈംഗികതയായിട്ടുള്ള സുഖമായിട്ട് മാറി അനുഭവിക്കുമ്പം ആ സുഖം തീരുമ്പോൾ, അല്ല തുടക്കത്തിലെ ആ പുതുമ തീരുമ്പോൾ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇട്ടിട്ട് ആമ്പിള്ളേർ സൗകര്യത്തിൽ ഇട്ടിട്ട് പോകും, ഇതിനേക്കാൾ നല്ലത് കിട്ടും. പക്ഷേ ഇവിടെ അറേഞ്ച്ഡ് മാരേജിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സംബഡി മസ്റ്റ് ബി റെസ്പോൺസിബിൾ അതർ ദാൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവർ രണ്ടുപേരല്ലാതെ മൂന്നാമത് അച്ഛൻ, അമ്മ അല്ലെ അമ്മാവന്മാർ, രണ്ട് കുടുംബത്തിലെ ആൾക്കാർ, ഇവർക്കൊക്കെ ഇപ്പം നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ അനാഥരായി കഴിഞ്ഞാൽ, അല്ലെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ആരുടെ കൂടെയാണ് വളരുന്നതെന്നറിയോ? കൂടുതലും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ്. അതെന്തുകൊണ്ടത്? ആ കുടുംബ ബന്ധത്തിൻ്റെ കണ്ണിയാണത്. ഇത്തരം കൊച്ചുകുട്ടികളെ എവിടെയാണ്? നമ്മുടെ മറ്റവൻ്റെയൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷനുണ്ടായിരുന്നല്ലോ ഷിജൂർ ഖാൻ, ഈ പിള്ളേരെ പറ്റി കാശ് എപ്പോൾ ആക്കുമെന്ന് നോക്കിയാൽ മതി, വളർത്താനായിട്ട് കൊടുത്താൽ. അങ്ങനത്തെ ഒരു സോഷ്യൽ സിസ്റ്റം ഇപ്പുറം നിൽപ്പുണ്ട്. അതിന് അത്തരം പരീക്ഷണങ്ങളിലേക്ക് പോകണോ? അവനെപ്പോലുള്ള അവനെന്നല്ല, അയാളെപ്പോലുള്ള അത്തരം സ്ഥാപനങ്ങളിലേക്ക് പിള്ളേരെ കിട്ടാനുള്ള മാർഗം ലീവിംഗ് ടൂതറാണ്. അമ്മത്തൊട്ടിൽ കൊണ്ട് കിടത്തുന്ന അതാണ് ഈ ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞത്. കുട്ടികളുമായി നിൽക്കുന്ന 18 വയസ്സും 19 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ നമുക്ക് കാണാം കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന, അതൊരു കാഴ്ചയാണ്, വല്ലാത്ത കാഴ്ചയാണെന്ന് അവർ പറയുന്നത്. അവിടെ അല്ലാതെ തന്നെ അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ചോദിക്കാൻ വേറൊരാൾ, മൂന്നാമതൊരാളുണ്ട്. അതെ, അത് ആ ഒറ്റ കാര്യൻ്റെ ഉള്ളൂ. ഇത് എല്ലായിടത്തും കല്യാണം കഴിച്ച അന്ന് തൊട്ട് മരിക്കുന്നവരെ ഒരുമിച്ചായിരിക്കും സതി നടത്താൻ വരെ. ഒരു വശത്ത് സതി നടത്താൻ വരെ തയ്യാറുള്ളൊരു സമൂഹമായിരുന്നു ഇവിടെ. ഭർത്താവ് മരിച്ചാൽ തീർച്ചയായിട്ടും തീച്ചാടി മരിക്കാൻ തയ്യാറുള്ള സമൂഹമായിരുന്നു. തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിച്ചാലാണ് നമ്മൾ. അതെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൺവീനിയൻ്റ് ആയിട്ട്, എവറി റിലേഷൻഷിപ്പ് ഓഫ് കൺവീനിയൻസ്. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവരായിട്ട് മൂന്നാമതൊരു സൃഷ്ടി ഇവിടെ വരുന്നുണ്ട്. അവർ രണ്ടുപേരും തീരുന്നില്ല. അവരെ രണ്ടുപേരെ കൊണ്ട് റിലേഷൻഷിപ്പ് അവസാനിക്കുന്നില്ല. മൂന്നാമത് അവരുടെ കുട്ടികൾ ഇവിടെ വരികയാണ്. അവരുടെ കാര്യമായിരുന്നു നോക്കും. രണ്ടാനമ്മ എന്ന് പറയുമ്പോൾ പോലും രണ്ടാമത് അച്ഛൻ കല്യാണം, രണ്ടാനമ്മ പോലും ഒരു ഹോസ്റ്റൽ എലിമെൻ്റാണ് അല്ലേ? രണ്ടാനമ്മ പോലും. അപ്പോൾ മൂന്നാമത്, അപ്പോൾ ഇവർക്ക് അച്ഛനും അമ്മയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥിതി ഇവിടെ സംഭവിക്കുന്നതാണ്. അതിന് പകരം ഇവിടെ ഇതിനെ പിന്തിരിപ്പനായിട്ടോ അല്ലെങ്കിൽ പുരോഗമനപരമായെന്ന് പറഞ്ഞ് വാദിക്കാൻ പോയി കഴിഞ്ഞാൽ, ആനന്ദിബെൻ പട്ടേൽ BJP-കാരിയാണ്, അല്ല അവർ മോഡിയുടെ ആളാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇത് പ്രതിലോമകരമാണെന്ന് പറയുമ്പോൾ വിപ്ലവകരമായ എത്ര എണ്ണത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. തകർത്ത് കളഞ്ഞില്ലേ? എത്ര കുടുംബജീവിതങ്ങൾ തകരുന്നില്ലേ? ഇപ്പോൾ സി രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അന്നത്തെ ഒരു സോഷ്യൽ എല്ലാം അതാത് കാലഘട്ടത്തിൻ്റെ സാഹചര്യം അനുസരിച്ചിരിക്കും. ഇന്ന് അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് ഇതിന് നിർബന്ധം എന്തിനാണ്? സംബന്ധം എന്തിനാണ് നിർബന്ധം? ഈ മാസം ഒരു പറ്റിയ ആളല്ലെങ്കിൽ അടുത്ത ആളുടെ കൂടെ. ഇവിടെ 2-3 നല്ല ഒന്നാന്തരം സിനിമ വന്നിട്ടുണ്ട്. ജയറാമിൻ്റെ തന്നെ വന്നിട്ടുണ്ട്. ലീവിംഗ് ടൂതറിൻ്റെ ഒരു സ്ത്രീയായിട്ട് ഒരുമിച്ച് താമസിച്ച എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. മഞ്ജു വാര്യർക്ക് കളിവീട്. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മുമ്പിൽ ഒത്തിരി ഇല്ലസ്ട്രേറ്റീവ് സിനിമകൾ വന്നിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ രാഷ്ട്രീയം പറഞ്ഞിട്ട് വെറുപ്പിൻ്റെയും പകയുടെയും രാഷ്ട്രീയം പറയുന്ന ആർക്കും, അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും ആർക്കും അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യക്കാർക്ക് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് എത്ര പേരെ പെൺകുട്ടികളെ പോകുന്നു? ആചാരപരമായി കല്യാണം കഴിച്ചില്ലേ? എത്ര പെൺകുട്ടികൾ അനാഥരായി പോകുന്നുണ്ട്? എന്തുകൊണ്ടത്? മുത്തലാഖ് ചെല്ലാനുള്ള പ്രൊവിഷൻ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? ലീവിംഗ് ടൂതറിൻ്റെ ഒരു ബാക്കി പത്രം അത്. മുത്തലാഖ് ചെല്ലാനുള്ള പ്രൊവിഷൻ എന്തിനാണ് ഇസ്ലാം കൊടുക്കുന്നത്? ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞ് അടുത്തത് നീ പൊക്കൂ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയല്ലേ അത്? ആലോചിച്ച് നോക്ക്. ഏതാണ്ട് ഈക്വലാണ്. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് ആ രീതിയിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ലിവിങ് ടൂതർ എന്ന് പറയുന്നത് പല കാരണങ്ങളാലും നല്ലതുമാണ് ചീത്തയാണ്. പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിക്കുക. അപ്പോൾ രണ്ടോ മൂന്നോ ലിവിങ് ടൂതർ കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ബാധ്യതകൾ ഉണ്ടാകുകയാണെന്ന് ഉറപ്പുണ്ടോ? നിയമപരമായ ബാധ്യതകളില്ലാത്തൊരു ജീവിതമാണ് ഈ ഇന്നത്തെ തലമുറ അങ്ങനെ തീരുമാനിക്കാൻ തന്നെ കാരണം. ഇപ്പോൾ സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെറും ലൈംഗികമായിട്ടുള്ളൊരു തൃപ്തി മാത്രമാണ് ഈ ഇരു കൂട്ടർക്കും അതിലുണ്ടാവുക. കുഞ്ഞുങ്ങളുണ്ടായാൽ ബാധ്യതയാണല്ലോ. ആ ബാധ്യത ബെയർ ചെയ്യാൻ പറ്റാത്തൊരു തലമുറയെ കൊണ്ട് ലോകത്തിനോ മനുഷ്യനോ എന്തെങ്കിലും ഒരു ഗുണവുമില്ല. ലൈംഗികമായി കിട്ടുന്ന തൃപ്തി, അതിനപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല. അവിടെ ഇവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഒരു കാലത്തും ഉണ്ടാകുകയില്ല.
ഈ വിഷയത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത് ഒരു കോൺട്രവേഴ്സി ആകാനുള്ള സാധ്യത ഉണ്ടാകും. അത് കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് അവരവരുടെ ഭാഗത്ത് നിന്ന് നാച്ചുറലായിട്ടൊരു കാര്യം. അമ്മയുടെ ഭാഗത്ത് നമ്മുടെ മലയാള കേരളത്തിലെ ഏതമ്മ ശ്രീമതി ടീച്ചറോട് ചോദിച്ചാൽ പോലും ശ്രീമതി ടീച്ചറിന്റെ മകളുടെ കാര്യത്തിൽ സമ്മതിക്കില്ല. മകൻ്റെ കാര്യത്തിൽ നീ എന്നെ വേണേ ആയിക്കോളാൻ പറയും, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ കൂട്ട്. മറിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ സമ്മതിക്കില്ല. ഒറ്റക്കൊറ്റയ്ക്ക് ചോദിച്ചു നോക്ക്. മുദ്രാവാക്യം വിളിക്കുമ്പോൾ വിളിക്കും ഞങ്ങൾ ആർത്തവകാല ഉത്സവകാലം എന്നാൽ നടന്നിട്ട് പണ്ട് ഉണ്ടായിരുന്നു ആർത്തവകാല ഉത്സവകാലം. ഇവർ പറയുമ്പോൾ ഇവർ അപ്പോഴും പഴയ കാലത്തുണ്ടായിരുന്നു. ആർത്തവത്തിന് കല്യാണം ഉണ്ടായിരുന്നു, ആർത്തവ കല്യാണം ഉണ്ടായിരുന്നു. ആഘോഷം പോലെ നടത്തിയിരുന്നില്ലേ? പെൺകുട്ടികൾ മെൻസസ് ആയാലും നാട്ടുകാരെ മുഴുവൻ അടിച്ച് സദ്യ കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ഇവർ ഇതാണ് വിപ്ലവം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ അല്പത്തരം മാത്രമേ ഇവർക്കുള്ളൂ. തീർച്ചയായിട്ടും അതേ കാഴ്ചപ്പാടുള്ള ഒരു ആനന്ദിബെൻ പട്ടേലിനെ വിമർശിക്കാനും ചെയ്യും. അവിടെയാണ് പ്രശ്നം.